ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. കേരള ബാങ്കിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ഏതൊക്കെയാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുള്ള സബ്ജക്റ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉദ്യോഗാർത്ഥികൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, ഓരോ ഡേയും ഇപ്പൊ എക്സാം അനൗൺസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഓരോ ഡേയിലും എത്ര വെച്ചിട്ട് കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ, ഇതൊരു 7 ഡേ സ്റ്റഡി പ്ലാൻ ആണ്. ഈ 7 ഡേ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഡേ 1 to ഡേ 7 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 6 ഡേയ്സ് സ്റ്റഡിയും പ്ലസ് 1 ഡേ നമ്മൾ എക്സാമുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും ദിവസങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ലാസ്റ്റ് ഡേ നമ്മൾ എന്താണ് എക്സാം ആയിട്ടാണ് അവരെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡേ 1 നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതെടുത്തിട്ടുള്ളത്. ജൂൺ 3 മുതൽ നമ്മൾ ഫോളോ ചെയ്തു വന്നിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഡേ 1 ലൈവ് ക്ലാസ്സുകളുണ്ട്, അതായത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇൻഹൗസ് ലൈവ് ക്ലാസ്സുകൾ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ അടക്കം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ഫോൾഡറിൽ ഏത് ക്ലാസ് നിങ്ങൾ പഠിക്കണം എന്നടക്കം നമ്മൾ മെൻഷൻ ചെയ്ത് തരുന്നുണ്ട്. അത് ഓരോന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആ ഒരു ഹൈറാർക്കിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡേ 2 ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. പിന്നെ ഡേ 3 ലൈവ് ക്ലാസ് മിനിമം നമ്മൾ ഒരു 3 ലൈവ് ക്ലാസ് എങ്കിലും വീക്ക്ലി മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. ഡേ 4 ഡേ 5 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ്. ഡേ 6 നമ്മൾ റിവിഷൻ ഡേ ആണ്. ഡേ 7 എക്സാം ഡേ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സ്റ്റുഡൻസിന് ഈ സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ്. ഇതനുസരിച്ചിട്ടാണ് അവർ പഠിച്ചു പോകുന്നത്. എല്ലാവരും തന്നെയും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ തന്നെയും നല്ലൊരു റിവ്യൂ ആണ് പറയുന്നത്. അപ്പം ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കും അവൈലബിൾ ആവും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തവണത്തെ കേരള ബാങ്കിന്റെ എക്സാമും അതുപോലെ തന്നെ വരാൻ പോകുന്ന JCA-യും CSEB എക്സാമും ഒക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്